നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമനാട്ടുകര ജംഗ്ഷനിലാണ്. ഇവിടുന്ന് ഇടത് ഭാഗത്തു കൂടെ പോകുന്ന റോഡ് കോഴിക്കോട് ഭാഗത്തേക്കാണ്. NH66 കോഴിക്കോടിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയത് ഇവിടെയാണ്. ഇവിടുന്ന് നമുക്ക് പുതിയൊരു എപ്പിസോഡ് തുടങ്ങാം. തൃശ്ശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടിമുഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞിട്ടാണ് രാമനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. മലപ്പുറം ജില്ലയിലെ NH66 വിശേഷങ്ങളായിരുന്നു ഇതുവരെ എൻ്റെ ചാനലിൽ ഉണ്ടായിരുന്നത്. ഇനി കുറച്ച് ദിവസത്തേക്ക് കോഴിക്കോട് ജില്ലയുടെ NH66 വിശേഷങ്ങളും കൂടെ നമുക്ക് നോക്കാം. റോഡിൽ നടക്കുന്ന വർക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോയുടെ സ്പീഡ് കൊടുത്തിട്ടുള്ളത്. വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു വർഷത്തിനുള്ളിൽ, അതായത് 2025 മെയ് മാസം 1-ാം തീയതിക്കുള്ളിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അത് അച്ചീവ് ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് രാമനാട്ടുകര ഫ്ലൈ ഓവറിന് മുകളിലാണ്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഫ്ലൈ ഓവറിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. NH66 ഭാഗമായിട്ട് പുതിയൊരു ഫ്ലൈ ഓവറും കൂടെ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഫ്ലൈ ഓവറിൻ്റെ തൊട്ടടുത്ത് വലത് ഭാഗത്താണ് പുതിയ ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്ലൈ ഓവറിന് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്കും കഴിഞ്ഞതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. യൂട്യൂബ് എൻ്റെ ഒരു പാഷനാണ്. കൺസ്ട്രക്ഷൻ മേഖലയിലല്ല ഞാൻ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, നിങ്ങൾ അറിവിൽ വരികയാണെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ പോകുന്നത് കോഴിക്കോട് പാലക്കാട് ഹൈവേ റോഡാണ്. ഈ ഫ്ലൈ ഓവറിൻ്റെ ടോട്ടൽ കോൺക്രീറ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്ന വർക്കൊക്കെ പെൻഡിങ് ഉണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു നാടാണ് കോഴിക്കോട്. ലോകത്തിലെ 150 ലെജൻഡറി റെസ്റ്റോറൻറ്റുകളിൽ 11-ാം സ്ഥാനം വരുന്ന പാരഗൺ റെസ്റ്റോറൻറ്റ് വരുന്നത് കോഴിക്കോടാണ്. ഇവിടുത്തെ ബിരിയാണി ലോക ഫേമസ് ആണ്. അതുപോലെ മറ്റൊരു നല്ല ബിരിയാണി കിട്ടുന്ന സ്പോട്ടാണ് റഹ്മത്ത് ഹോട്ടൽ. റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം 1 മണിക്കൂറിൻ്റെ മുകളിൽ യാത്ര ചെയ്തിട്ട് ഞാൻ ഈ ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെപ്പോലെ വേറെയും ഒരുപാട് ആൾക്കാർ അവിടെ അങ്ങനെ എത്തിയിട്ടുണ്ടെന്ന്. ഏറ്റവും നല്ല ഓട്ടോറിക്ഷക്കാരുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് അത്ര കോഴിക്കോട്. പൊതുവെ നമ്മളെ നാട്ടിൽ പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ, എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവരധികം വരൽ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആയിരിക്കും. ഇങ്ങനെ വരുന്ന ആൾക്കാർ ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ചെറിയ യാത്രയ്ക്ക് വേണ്ടി യൂസ് ചെയ്യൽ ഓട്ടോറിക്ഷ ആയിരിക്കും. ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഓട്ടോറിക്ഷക്കാർ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളെ നാടിനോട് വല്ലാത്തൊരു ബഹുമാനമായിരിക്കും. ഏറ്റവും നല്ല രീതിയിൽ അടുത്തുകൂടെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡ്രോൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ റോഡിൻ്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയാത്തത്. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് അഴിഞ്ഞിലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു അറാപ്പുഴ പാലം എന്ന് പറഞ്ഞൊരു പാലം വരുന്നുണ്ട്. ആ പാലത്തിലേക്ക് വേണ്ട ഗർഡറുകളൊക്കെയാണ് ഇവിടെ നമ്മൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് ഉയർത്തിയിട്ടാണ് ഇവിടുത്തെ NH66 പോകുന്നത്. രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് 6-വരിപ്പാതയുടെ ഒരു ഭാഗത്തു കൂടിയാണ്. അതിൻ്റെ 6-വരിപ്പാതയുടെ ഇടത് ഭാഗത്ത് ഗാർഡറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്തതിൻ്റെ ശേഷമായിരിക്കും ആ ഭാഗം തുറന്നു കൊടുക്കുക. മലപ്പുറം ജില്ലയിലെ പുതുപ്പൊന്നാണി മുതൽ ഇതുവരെയുള്ള ഭാഗങ്ങൾ പല പല എപ്പിസോഡുകളായിട്ട് എൻഡ് ടു എൻഡ് ആയിട്ട് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ മുമ്പുള്ള എപ്പിസോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് അവിടുന്ന് അത് ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ്. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. 90% മുകളിൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളെ വീഡിയോ കാണുന്നത്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് സംഭവിക്കാനില്ല. പക്ഷേ എനിക്കത് ഇതുപോലുള്ള നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പ്രചോദനമായിരിക്കും. ഇതുവരെ നമ്മൾ കണ്ട സ്ഥലത്ത് ഇടത് ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്ക് പെൻഡിങ് ഉണ്ട്. ഇവിടെ നമ്മൾ നേരെ അഴിഞ്ഞിലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് രണ്ട് ഭാഗത്തും ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ സർവീസ് റോഡിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ മെയിൻ റോഡിന് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡിവൈഡറിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുന്നത് മെയിൻ ഹൈവേയിലൂടെ തന്നെയാണ്. കുറേ വലിയ ലോറികളൊക്കെ റോഡിൻ്റെ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യം കൊടുത്തിരുന്ന വോയിസ് ഓവറിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞാൻ നിങ്ങളോട് എങ്ങനെയാണോ നേരിട്ട് സംസാരിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് വോയിസ് ഓവർ കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം ചെയ്തിരുന്ന വോയിസ് ഓവറാണോ അതോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വോയിസ് ഓവറാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള കാര്യങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതിൽ നിന്നുള്ള നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവർക്ക് കട്ട ബോറടിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം.
സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇതൊക്കെ പുതുതായിട്ട് നമ്മളെ ചാനലിൽ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇവിടെ അധികം നിരന്ന സ്ഥലമാണ്. ഇവിടുന്ന് മണ്ണെടുക്കുന്നതും മണ്ണിടുന്നതൊക്കെ ആയിട്ടുള്ള വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർക്കൊക്കെ വളരെ ഫാസ്റ്റായി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് സ്ഥലത്തു നിന്നൊക്കെ മണ്ണെടുത്തിട്ടാണ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന സ്ഥലത്ത് അവിടുന്ന് കുറച്ച് മണ്ണെടുത്തിട്ടാണ് അതിൻ്റെ അടിയിലൂടെ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിവിടെ കാണാം ഇവിടുത്തെ സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ്. ഇവിടെ വലിയൊരു ക്രാഷ് ബാരിയറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് വരാനുണ്ട്. ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വലിയ റോഡുകളൊക്കെ വരുന്നത് എല്ലാവർക്കും ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളെ നാട്ടിൽ റോഡിൻ്റെ വക്കത്ത് നടത്തുന്ന ചെറിയ ഷോപ്പുകളുണ്ടല്ലോ, അവർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. ഇവരുടെ ഷോപ്പിൻ്റെ അടുത്താണെങ്കിലും റോഡിൻ്റെ മറ്റേ ഭാഗത്താണെങ്കിൽ ഈ ഷോപ്പിലേക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഏതെങ്കിലും ടൗണിലോ അല്ലെങ്കിൽ ജംഗ്ഷനിലൊക്കെ ആണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അവിടെ അണ്ടർപാസോ ഓവർപാസോ ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ടൗണിലൊന്നും അല്ലാത്തവരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇടതുഭാഗത്തെ ക്രാഷ് ബാരിയറിൽ കുറച്ചും കൂടി വർക്ക് വരാനുണ്ട്. അവിടെ ഇപ്പോൾ കമ്പികളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇനി കോൺക്രീറ്റിൻ്റെ വർക്ക് വരാനുണ്ട്. അതിൻ്റെ മുകളിലായിരിക്കും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കൊക്കെ വരുന്നത്. വലതുഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ വാഹനങ്ങളൊക്കെ പോകുന്നത് മെയിൻ ഹൈവേയിലൂടെ ആണെങ്കിൽ ഇനി അങ്ങോട്ട് വാഹനങ്ങൾ നേരെ ഡിവിയേറ്റ് ചെയ്ത് പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഒരു അണ്ടർപാസിൻ്റെ മുകളിലേക്കാണ്. ഈ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നമ്മളെ മുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇവിടെ മെയിൻ റോഡിൻ്റെ ഇടതുഭാഗം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലൂടെ ഒരു സ്കൂട്ടർ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ക്ലോസ് ചെയ്ത് വെച്ച റോഡിലൂടെ ഇയാൾ ഇത് എവിടുക്കാണെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇയാൾ നേരെ റോഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് വരാൻ യൂ ടേൺ എടുക്കാൻ വേണ്ടി പോയതാണ്. ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും റോഡിൻ്റെ തൊട്ടടുത്ത് വീടുള്ളവർക്ക്. റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഈ പരിപാടിയൊന്നും നടക്കില്ല. കുറച്ചും കൂടി മുമ്പ് പോയിട്ട് അവിടെയുള്ള അണ്ടർപാസിൻ്റെ അടിയിലൂടെ യൂ ടേൺ എടുത്തിട്ട് വേണം ഈ സൈഡിലേക്ക് വരാൻ. ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഡിവൈഡറൊക്കെ വലത് ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി റോഡിൽ വെക്കാനുള്ളതാണ്. ഇവിടെയൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു ഡിവൈഡറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി പെർമനൻ്റ് ആയിട്ടുള്ള ഡിവൈഡർ ഇവിടെയൊക്കെ വെക്കാനുണ്ട്. ഈ അപ്രോച്ച് റോഡിൻ്റെ ടാറിങ്ങിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഡിവൈഡറിൻ്റെ വർക്കാണ് ഇവിടെ പെൻഡിങ് ഉള്ളത്. ഇവിടെ നമ്മളിങ്ങനെ നേരെ അണ്ടർപാസിൻ്റെ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗമൊക്കെ വരുന്നത് നല്ല ഉയരത്തിലാണ്. സർവീസ് റോഡൊക്കെ നല്ല അടിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്രോച്ച് റോഡ് തുടങ്ങുമ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും. ടാറിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡിവൈഡറിൻ്റെ വർക്കാണ് ഇവിടെ പെൻഡിങ് ഉള്ളത്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡും ഈ അപ്രോച്ച് റോഡും തമ്മിൽ നല്ല ഉയരത്തിൻ്റെ വ്യത്യാസമുണ്ട്. നേരിട്ട് കണ്ടവർക്കൊക്കെ അത് മനസ്സിലാകും. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അഴിഞ്ഞിലം അണ്ടർപാസിൻ്റെ മുകളിലാണ്. ഈ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കോൺക്രീറ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അണ്ടർപാസും അപ്രോച്ച് റോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ നല്ല ചൂടാണ്. ഈ സമയത്തൊക്കെ ഇതിൻ്റെ മുകളിൽ പണിയെടുക്കുന്ന പണിക്കാരെ നമ്മൾ സമ്മതിക്കണം. ഈ അണ്ടർപാസിൻ്റെ അടിയിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ അടിയിലൂടെ പോകുന്ന റോഡ് അഴിഞ്ഞിലം കാരാട് റോഡാണ്. അണ്ടർപാസിൻ്റെ അടുത്തുള്ള രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ഇപ്പോൾ അതിലൂടെയാണ് കടന്നു പോകുന്നത്. അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. ഏകദേശം വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഭാഗത്ത് അണ്ടർപാസും അപ്രോച്ച് റോഡും കണക്ട് ചെയ്യുന്ന വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ ടാറിങ്ങിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നടുവിൽ ഡിവൈഡറിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാറിങ് കഴിഞ്ഞെന്നാണ്. ഇത് ഫൈനൽ കോട്ടല്ല. ഇനിയും ഇതിൻ്റെ മുകളിൽ ടാറിങ്ങൊക്കെ വരാനുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് അറപ്പുഴ പാലത്തിൻ്റെ മുകളിലേക്കാണ്. വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതെനിക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്തായാലും മാറ്റിയിരിക്കും. കഴിഞ്ഞ വീഡിയോയ്ക്ക് കുറച്ച് ബ്രൈറ്റ്നസ് കുറവാണ് ഫൈസൽ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുണ്ട്. ഈ അപ്രോച്ച് റോഡിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് അറപ്പുഴ പാലത്തിൻ്റെ മുകളിലേക്കാണ്. ഇവിടെ വലതുഭാഗത്തൊക്കെ ഗർഡറുകളൊക്കെ വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പാലത്തിൻ്റെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാലം വരുന്നത് ചാലിയാർപ്പുഴയുടെ മുകളിലൂടെയാണ്. പാലത്തിൻ്റെ പില്ലറുകൾക്കിടയിൽ ഗർഡറുകൾ വെക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഗർഡറുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അറപ്പുഴ പാലത്തിൻ്റെ ഒരു സിംഗിൾ വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. ആ വീഡിയോയും ഈ വീഡിയോയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എത്രമാത്രം മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ പാലത്തിൻ്റെ തൊട്ടടുത്താണ് അതിമനോഹരമായ കടവ് ഐലൻഡ് വരുന്നത്.
നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന പാലത്തിന് അതേപോലെ തന്നെ നിലനിർത്തിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ് NH-66 ഭാഗമായിട്ടുള്ള പുതിയ പാലം വരുന്നത്. ഈ പാലം തുടങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത് വലതു ഭാഗത്തായിട്ടാണ് ദ റാവേസ് കടവ് റിസോർട്ട് വരുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ ഇലക്ഷനൊക്കെ നടന്നല്ലോ. പൊതുവെ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും നമ്മളെ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ഒക്കെ ഒട്ടിക്കലുണ്ടായിരുന്നു. ഈ പ്രാവശ്യം റോഡിൻ്റെ വർക്കൊക്കെ നടക്കണോണ്ട് പല സ്ഥലത്തും നല്ല രീതിയിൽ പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്തോന്നറിയില്ല, അങ്ങനെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് കൊളാക്കിയ സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടില്ല. 1-2 സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അത്ര തന്നെ. വർക്ക് നടക്കുന്ന സ്ഥലത്ത് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഫൈന് കിട്ടുന്നുള്ളൊരു ന്യൂസ് ഞാൻ കേട്ടിരുന്നു. ഇനി അതുകൊണ്ടാണോ അതോ ജനങ്ങൾക്കൊന്ന് മാറ്റം വന്നതാണോ? ഇനി അഥവാ ആളുകൾക്ക് മാറ്റം വന്നതാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. നമ്മളെ നാടിൻ്റെ ഭംഗി ഇതേപോലെ നിലനിർത്താൻ ഞാനടക്കമുള്ള നമ്മളെല്ലാവർക്കും നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കട്ടെ. വീഡിയോ ഫുൾ ക്ലാരിറ്റിയിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ കാണുന്ന സ്ക്രീനിൽ സെറ്റിങ്സിൻ്റെ സിമ്പിൾ ഉണ്ടാകും. അതിൽ ക്വാളിറ്റി എന്ന ഓപ്ഷനിൽ അഡ്വാൻസ് എന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ HDR എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ ചെയ്താൽ ഫുൾ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. തുടർന്നുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം.